ഇന്ത്യ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ മുന്നേറ്റം. ഗവൺമെൻറ് നയം ആഗോളതലത്തിൽ എങ്ങനെ ശക്തി പകരുന്നു നോക്കാം. നിങ്ങൾ ആഗോള മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിരുന്നതെല്ലാം മറന്നിരിക്കും. ലോകം വമ്പൻ ശക്തികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ അതിഗംഭീരമായൊരു മുന്നേറ്റം സംഭവിക്കുകയായിരുന്നു. 2025 മെയ് മാസത്തിൽ നമ്മുടെ രാജ്യത്ത് മാനുഫാക്ചറിംഗ് മേഖലയിൽ തൊഴിലവസരങ്ങൾ കൂട്ടുക മാത്രമല്ല ചെയ്തത്, സ്വന്തം റെക്കോർഡുകൾ തകർത്ത് അത്ഭുതപൂർവ്വമായ രീതിയിൽ നിയമനങ്ങൾ നടത്തി. ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു വൻ സ്ഫോടനം തന്നെയാണ്. കാലങ്ങളായി മെയ്ഡ് ഇൻ ചൈന എന്നതായിരുന്നു ആഗോള വ്യവസായത്തിലെ പ്രധാന വാചകം. എന്നാൽ വ്യവസായ ചക്രങ്ങൾ തിരിയുകയാണ്. ഒരു പുതിയ ശക്തി കേന്ദ്രം രംഗത്തേക്ക് കുതിച്ചു വരുന്നു. സാധ്യതകൾ നിറഞ്ഞ ഇന്ത്യ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് ചുവട് വെക്കുക മാത്രമല്ല, ശക്തമായ നയങ്ങളിലൂടെ ഒരു പുതിയ വ്യവസായ ലോകം തന്നെ കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യ. 2025 തുടക്കത്തിൽ ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് PMI സ്ഥിരമായി 58 മുകളിൽ തുടരുന്നത് ഇതിന് തെളിവാണ്. ഇത് ആരോഗ്യകരമായ ഒരു മേഖലയുടെ ലക്ഷണമല്ല, മറിച്ച് അവിശ്വസനീയമാം വിധം ശക്തമായ ഒന്നിൻ്റെ സൂചനയാണ്. ഇത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് അത്ഭുതത്തിൻ്റെ കഥയാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ലോകത്തിൻ്റെ സാമ്പത്തിക ഭൂപടം മാറ്റിവരയ്ക്കുന്ന ഒരു പരിവർത്തനത്തിന് തിരികൊളുത്തുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉടനീളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവസാനത്തിൽ കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്നവർക്കുള്ള ഒരു വമ്പൻ ഗുഡ് ന്യൂസ് കൂടെ നമ്മൾ ഇന്ന് റിവീൽ ചെയ്യുന്നതാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റ് സ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് മേഖല വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അക്കങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താം. അത്ഭുതം എന്നതൊരു വലിയ വാക്കാണ്, പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാനുഫാക്ചറിംഗ് രംഗത്തെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കുമെന്ന് സംശയമാണ്. 2025 ആദ്യ മാസങ്ങൾ അവിശ്വസനീയമായ ഊർജ്ജത്തിൻ്റെ ചിത്രമാണ് നൽകിയത്. PMI സൂചിക ഈ മേഖലയുടെ പ്രധാന ആരോഗ്യ പരിശോധന എല്ലാ മാസവും ശക്തമായ വളർച്ച രേഖപ്പെടുത്തി മുന്നേറുകയാണ്. ഇത് വെറുമൊരു നല്ല വാർത്തയായിരുന്നില്ല, മറിച്ച് സുസ്ഥിരമായ ഉയർന്ന ഊർജ്ജസ്വലമായ പ്രകടനമായിരുന്നു. എന്താണ് ഉയർന്ന PMI യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? ഫാക്ടറികൾ സജീവമായി പ്രവർത്തിക്കുന്നു, ഉൽപ്പാദന നിരകൾ വേഗത്തിൽ നീങ്ങുന്നു, ഓർഡർ ബുക്കുകൾ നിറഞ്ഞിരിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് മേഖല തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചു. ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട ഭാവിയും നൽകി. കയറ്റുമതിയിലെ വൻ കുതിച്ചുചാട്ടവും ഈ വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്നു. കഴിഞ്ഞ 14 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യാപാര കുതിപ്പാണ് ഇന്ത്യൻ നിർമ്മാതാക്കൾ കാണുന്നത്. മാറ്റത്തിൻ്റെ ശില്പികൾ, ഈ മാറ്റത്തിൻ്റെ യഥാർത്ഥ ശില്പികൾ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മാനുഫാക്ചറിംഗ് മുന്നേറ്റം യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഇന്ത്യയെ ഒരു ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കിയ സർക്കാർ നയങ്ങളുടെ ഫലമാണിത്. ഈ തന്ത്രപരമായ നീക്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ സംരംഭമാണ് ഇതിൽ പ്രധാനം. അവിടെ തുടങ്ങുകയായി ഇന്ത്യൻ മാനുഫാക്ചറിംഗ് സെക്ടറിലെ വൻ മാറ്റങ്ങൾ. കമ്പനികളെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നം വികസിപ്പിക്കാനും നിർമ്മിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇത് ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കി. 2025 മാനുഫാക്ചറിംഗ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDI $100 ബില്യൺ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ച് വന്ന പ്രൊഡക്ഷൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI സ്കീമുകൾ 14 പ്രധാന മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾ തന്നെ ആകർഷിച്ചു. ഇത് ഒരുപാട് ആനുകൂല്യങ്ങളാണ് നിലവിൽ മാനുഫാക്ചറിംഗ് രംഗത്തുള്ളവർക്കും പുതുതായിട്ട് മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കടന്നു വരുന്നവർക്കും പല രീതിയിലുള്ള ഇൻസെൻറ്റീവ് സ്കീമുകളായി ഈ 14 മേഖലകളിലുള്ളവർക്ക് സംഭാവന ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് മേഖലയുടെ GDPയിലെ പങ്ക് ഇപ്പോഴത്തെ 13 to 17% നിന്ന് 25% ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും റോഡുകളും പോർട്ടുകളും മാത്രമല്ല, ഇന്ത്യയിലെ വലിയ യുവജനങ്ങൾക്ക് തൊഴിൽ വൈദഗ്ധ്യവും നൽകുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ നൈപുണ്യ വികസന പദ്ധതികൾ വരെ ഇൻഡസ്ട്രീസ് 4, അതായത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റേജ് 4 ഇന്ത്യയെ സജ്ജമാക്കുന്നു എന്നുള്ളതാണ്. പുതിയ വരുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്കും നിലവിലുള്ളതിനെ വികസിപ്പിക്കുന്നവർക്കും അവരുടെ സ്വപ്നങ്ങൾ, അവർ കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള സ്കിൽഡായിട്ടുള്ള തൊഴിലാളികളെ ഇവിടെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക്. ഈ പ്രത്യക്ഷമായ പ്രകടമായ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലം വിവിധ വ്യവസായങ്ങളിൽ ഉടനീളം ദൃശ്യമാണ്. മാനുഫാക്ചറിംഗ് വളർച്ച ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഉദാഹരണത്തിന് 2025 ഏപ്രിലിൽ 23 മാനുഫാക്ചറിംഗ് വ്യവസായ ഗ്രൂപ്പുകളിൽ 16 മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. എല്ലാ രംഗവും വളർച്ചയിൽ തന്നെയാണ്. അതിൽ 16 മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. യന്ത്ര സാമഗ്രികളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം 17% വർദ്ധിച്ചു. മോട്ടോർ വാഹന മേഖല 15.4% വളർച്ച നേടി. ആഗോള വിതരണ ശൃംഖലയിലെ മാറ്റമാണ് ഇന്ത്യക്ക് അനുകൂലമായ മറ്റൊരു ഘടകം. ചൈന +1 തന്ത്രം ഇന്ത്യയെ ഒരു പ്രധാന ഗുണഭോക്താവാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യൻ നിർമ്മാതാക്കൾ നൂതന സാങ്കേതിക വിദ്യകൾ അതിവേഗം സ്വീകരിക്കുന്നതും ഈ മാറ്റത്തിന് കരുത്ത് പകരുന്നുണ്ട്. ഒഴുക്കിലൂടെ സഞ്ചരിക്കൽ, വെല്ലുവിളികൾക്കിടയിലെ പ്രതിരോധ ശേഷി. ഇത്രയും വലിയ സാമ്പത്തിക മാറ്റം വെല്ലുവിളികളില്ലാതെ വരില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് പോലുള്ള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് മേഖല അസാമാന്യമായ പ്രതിരോധശേഷി പ്രകടിപ്പിച്ചു മുന്നേറുകയാണ്. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചപ്പോൾ അത് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ വില 2013 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇത് വിപണിയിലുള്ള ശക്തമായ ആവശ്യകതയും ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ള മാനുഫാക്ചറിംഗ് രംഗത്തെ ഇപ്പോഴത്തെ സ്ഥിതിയും ഇന്ത്യൻ സെക്ടറിന്റെ മുന്നോട്ടുള്ള പാതയും. മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയുടെ
ഇന്ത്യയുടെ ഈ കുതിപ്പ് ഒരു പ്രാദേശിക വിജയഗാഥ മാത്രമല്ല, ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. രാജ്യം അന്താരാഷ്ട്ര വിതരണ ശൃംഖലയിലെ ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ ആഗോള വിതരണ ശൃംഖലയിലെ മാറ്റങ്ങളും ഇന്ത്യയുടെ നയപരമായ മുന്നേറ്റങ്ങളും ചേർന്ന് 2035 രാജ്യത്തിന്റെ GDP വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചതിലും 1.3% വരെ വർദ്ധിപ്പിക്കുമെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ യാത്ര പൂർത്തിയായിട്ടില്ല. ലോജിസ്റ്റിക്, തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയ മേഖലകളിലെ തുടർ പരിഷ്കാരങ്ങൾ ഈ മുന്നേറ്റം നിലനിർത്താൻ അനിവാര്യമാണ്. അഭിനന്ദനാർഹമെന്ന് പറയട്ടെ, ഈ കാര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ തുടർച്ചയായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇതിനെ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ്. ഇതൊരു സുവർണാവസരമല്ലേ അപ്പോൾ ശരിക്കും? ഒഴുക്കിനൊത്ത് നീങ്ങുക എന്നാണല്ലോ. എല്ലാം കൊണ്ടും അനുകൂല സാഹചര്യമായപ്പോൾ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ഓരോരുത്തരുടെയും ഐഡിയക്കും കപ്പാസിറ്റിക്കും അനുസരിച്ച് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കണ്ടെത്തി കൃത്യമായ പ്ലാനിങ്ങിലൂടെ ശക്തമായ ചുവടുകൾ വെച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ സംശയമില്ല, വൻ വിജയം ഉറപ്പാണ്. ഓർമ്മിപ്പിക്കുന്നു, ഏത് കാര്യത്തിലും വിജയിക്കണമെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടെ ഉള്ള ശക്തമായ ചുവടുവെപ്പും കൺസിസ്റ്റന്റ് സ്ഥിരതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥിരതയുള്ള നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൂടുതൽ ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ വെക്കുക എന്നുള്ളതാണ് വിജയം സുനിശ്ചിതം. ഇന്ത്യയുടെ ഈ മാനുഫാക്ചറിംഗ് കുതിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് നയങ്ങളാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുക എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കും. 2025 ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖലയുടെ കഥ ലക്ഷ്യബോധവും അവസരങ്ങളും നയങ്ങളും പ്രവർത്തനങ്ങളും ഒരുമിക്കുന്നതിൻ്റെയാണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും PLI സ്കീമുകളും അടിസ്ഥാന സൗകര്യങ്ങളിലെയും നൈപുണ്യ വികസനത്തിലെയും നിക്ഷേപങ്ങളും ഈ വ്യാവസായിക കുതിപ്പിന് കളമൊരുക്കുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലകൾ മാറുന്നതിനനുസരിച്ച് ഇന്ത്യ ഒരു പ്രധാന മാനുഫാക്ചറിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ മാനുഫാക്ചറിംഗ് അത്ഭുതം എന്നത് വെറും ഒരു വാചകമല്ല, അത് നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും ലോക വേദിയിലെ അതിന്റെ സ്ഥാനത്തെയും വരും വർഷങ്ങളിൽ പുനർനിർവചിക്കും. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക എന്നുള്ളത് നമ്മളെയും വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇനി ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരട്ടെ. ഇതൊരു ത്രെഡാണ്. നിങ്ങളെ ഈ ത്രെഡ് നിങ്ങളുടേതായ രീതിയിൽ വിശകലനം ചെയ്ത് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുക. അത് എന്താണ് എന്നല്ലേ? ഇന്ന് കേരളം ഒരു വൻ നിധിയാണ്. ഈ അടുത്ത കാലത്തായി ഓപ്പണായി ഇപ്പോൾ വിജയകരമായി ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി കൂമ്പാരം തന്നെയാണ്. അതിന് ആർക്കൊക്കെ ഉപയോഗപ്പെടുത്താം എന്നതിലാണ് ഇനിയുള്ള കാര്യം. എന്താണ് ഇതിലെ നമുക്കുള്ള നിധി എന്ന് നമുക്കൊന്ന് നോക്കാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ പ്രകൃതി ദത്ത 24 മീറ്ററോളം ആഴത്തിലുള്ള ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ വികസിപ്പിച്ചെടുത്തൊരു പദ്ധതിയാണ്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ, അതായത് 18 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ പോർട്ട് ഉള്ളത്. ഇതിന്റെ ഈ പറഞ്ഞ ഗുണവിശേഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്തുള്ള ഏറ്റവും വലിയ കപ്പലുകളെല്ലാം തന്നെ ഇവിടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനാകുമെന്നുള്ളതും അതിപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയുമാണ്. അതുപോലെ തന്നെ ഈ പോർട്ട് സംവിധാനിച്ചിരിക്കുന്നത് സെമി ഓട്ടോമേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിനൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. രാജ്യത്തിന്റെ സമ്പൂർണ്ണ ട്രാൻസ്പോർട്ട് ചരക്കുകൾ കൊളംബോ, സിംഗപ്പൂർ എന്നീ പോർട്ടുകളിൽ നിന്നും താമസിയാതെ ഒഴിവാക്കാൻ കഴിയും. അതായത് ഇന്ത്യയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, ചൈനയിൽ നിന്നും, അതുപോലെ മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്നും വരുന്ന മദർഷിപ്പുകൾ സിംഗപ്പൂർ, കൊളംബോ പോലുള്ള ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളിൽ നിർത്തി അവിടെ നിന്ന് ഫീഡർ വെസലുകളിൽ മുമ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇനി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കളെല്ലാം തന്നെ മദർഷിപ്പുകൾ ഇന്ത്യയിൽ വിഴിഞ്ഞത്ത് വന്നു തുടങ്ങുകയും നമുക്ക് ഒരുപാട് സമയവും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇതുമൂലം കുറയും. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റി മദർഷിപ്പുകളിൽ നിന്ന് ഫീഡർ വെസലുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ബിസിനസ് സെക്ടറിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അസംസ്കൃത വസ്തുക്കൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നതിലും, അതുപോലെ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ വളരെ ഈസിയായി കുറഞ്ഞ ചെലവിൽ നമുക്ക് ആഗോള മാർക്കറ്റിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിക്കാനും ഈ പോർട്ട് നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. അപ്പം എല്ലാം കൊണ്ടും അനുകൂല സാഹചര്യമായ ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയാൽ എന്തുകൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധിയായ സ്കീമുകൾ, സപ്പോർട്ടുകൾ എല്ലാം ഉപയോഗപ്പെടുത്തി നമുക്ക് എത്രയും വേഗത്തിൽ നമ്മുടെ മാനുഫാക്ചറിംഗ് ബിസിനസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വരും ദിവസങ്ങളിൽ നല്ലൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. നാളെ മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, സർവീസ്, ഇതിലേതാണ് ബെറ്റർ എന്ന ടോപ്പിക്കിൽ വീഡിയോ വരുന്നു. ഒരുപാട് സർപ്രൈസസ് ആയിട്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഉപയോഗപ്പെടുത്തി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.